ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോം ബുക്ക്. ദിസ് മിംഷ. ഇന്ന് ഞാൻ എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ് കാണിക്കുന്നത്. 2 ഭാഗമായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ചുനാൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലോണിലൊക്കെ ഒത്തിരി കളകൾ വാർന്ന് ആകെ നാശമായി കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ലോൺ മൂവറാണ്. ഏകദേശം 1 ഇയർ ഒക്കെ ആയിട്ടുണ്ടാവും ഇത് വാങ്ങിച്ചിട്ട്. ആർക്കും ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ അത്. 3 or 4 months ഒക്കെ ആകുമ്പോൾ ഇതുപോലെ ഗ്രാസ് കട്ട് ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിതലൊക്കെ വന്ന് ആകെ നാശമായി പോകാൻ സാധ്യതയുണ്ട്. ഓരോ തവണ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും എന്തെങ്കിലും ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി ഒന്നും കൊടുക്കരുത്. അത് ചെതൽ അധികം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കെയർ പോലുള്ള എന്തെങ്കിലും ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കുക. മെക്സിക്കൻ ഗ്രാസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏത് ഗ്രാസ് ആണെങ്കിലും നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മൾ ലോൺ സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ചെതലൊക്കെ വന്ന് നശിച്ചു പോകും. ഗ്രാസ് മുഴുവനായി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വർക്കിലേക്ക് പോവാം. മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് പെബിൾസൊക്കെ ഇട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി പേവിംഗ് ടൈൽ വെച്ചൊരു എഡ്ജ് കൊടുക്കുകയാണ് ആദ്യം. ഈ മരത്തടി മണ്ണിലേക്ക് കുഴിച്ചിട്ട് അതിന് മുകളിലാണ് ചെടി വെക്കുന്നത്. ഇതുപോലത്തെ 2 പീസുകളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഹാങ്ങിങ് പ്ലാന്റ് ആയ ബൊളീവിയൻ ജ്യൂ പ്ലാന്റ് ആണ് ഇതിന് മുകളിൽ ഞാൻ സെറ്റ് ചെയ്തത്. ഈ സ്റ്റോൺ 25 kgയുടെ ഒരു പാക്കാണ്. ഇതിന് 250 രൂപയാണ് വില. ഈ കാണുന്ന ഗ്രാസിൻ്റെ പേര് ടേർട്ടിൽ വൈൻ എന്നാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബൊളീവിയൻ ജിയോവും കൂടെ ഉണ്ട്. ഒരു മാസം മുമ്പ് ഞാൻ വെച്ചതായിരുന്നു. അത് ഇത്രയും പടർന്ന് പിടിച്ച് ഇത്രയുമായി. പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ഗ്രാസാണിത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് നിർത്താനും പറ്റും. അടുത്തത് ഇപ്പോൾ കണ്ട ഈ ടേർട്ടിൽ വൈൻ ഉണ്ടല്ലോ, അത് വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുകയാണ്. അതിനായി പഴയൊരു റെയിൻ ഗട്ടറാണ് ഉപയോഗിക്കുന്നത്.
ഇതുണ്ടാക്കാനൊക്കെ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഞങ്ങളുടെ കസിനാണ് മുനീർ. ആളൊരു എൻജിനീയറാണ്. എന്നാലും എപ്പോൾ വേണമെങ്കിലും എന്ത് ഹെൽപ്പിനായിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണ്. താങ്ക് യു മുനീർ. ഇനി ഈ പാത്തി ഫിറ്റ് ചെയ്യാനായിട്ട് ബാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. 2 PVC പൈപ്പ് എടുത്തിട്ട് അതിലാണ് നമ്മൾ ഈ പാത്തി ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പോട്ടി മിക്സ് നിറയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. മണ്ണ് ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് വെയ്റ്റ്ലെസ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ വെയ്റ്റ്ലെസ് ആയിരിക്കും. ഇതിന് മുകളിലേക്ക് ഈ ഗ്രാസ് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ സാധനം മറ്റു ചെടികൾക്ക് ചെയ്യുന്നത് പോലെ ഇത് മണ്ണിലേക്ക് കുഴിച്ച് വെക്കുകയൊന്നും വേണ്ട, ചുമ്മാ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് മുകളിൽ കുറച്ചുകൂടെ കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടർട്ടിൽ വൈൻ പെട്ടെന്ന് വളർന്ന് പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താനും പറ്റും. അധികം കെയറൊന്നും ആവശ്യമില്ല, വെള്ളം സ്ഥിരമായിട്ട് ഒഴിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിന് സൺലൈറ്റ് അത്ര അധികം ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഷെയ്ഡിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഷെയ്ഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നന്നായി വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ PVC പൈപ്പിന് പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ചെറിയ പോട്ടുകൾ സ്ക്രൂ യൂസ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം അതിൽ ടേബിൾ റോസിൻ്റെ കുറച്ച് കമ്പ് നോക്കൂ, 2 മാസത്തിന് ശേഷം നമ്മുടെ പ്ലാന്റുകളെല്ലാം ഇതുപോലെ ആയിട്ടുണ്ട്. ടേബിൾ റോസൊക്കെ നന്നായി പൂ വിരിഞ്ഞിട്ടുണ്ട്. ടേബിൾ റോസ് അഥവാ 10 മണി എന്ന് പറയുന്ന ഈ ചെടി വളർന്നു വരുമ്പോൾ ആദ്യം നമ്മളിത് കട്ട് ചെയ്ത് നിർത്തുകയാണ് നല്ലത്. ട്രിം ചെയ്ത് കൊടുക്കുക, എന്നാൽ കൂടുതൽ കമ്പുകൾ വന്ന് അതിലെല്ലാം നിറയെ പൂ വിരിയും. അതുപോലെ ടർട്ടിൽ വൈൻ നന്നായി പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്ത് നിർത്താവുന്നതാണ്.
ഞാനിത് താഴേക്ക് തന്നെ പോകുന്ന രീതിയിലാണ് ആക്കി നിർത്തിയിട്ടുള്ളത്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാന്റ് ബൊളീവിയൻ ജിയോ, ഇതും ടർട്ടിൽ വൈൻ പോലെ തന്നെ പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റാണ്. അധികം കെയറൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ്. എൻ്റെ ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ ലെങ്ത്ത് കൂടുമെന്ന് വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.